നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളുടെ കണ്ണുനീർ ശാപമായി തീരുമോ എന്ന് ഈ വ്യക്തി ഭയപ്പെടുന്നു. അതുകൊണ്ട് ഈ വ്യക്തി കൃത്യമായ തീരുമാനങ്ങളിലേക്ക് വരുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ, ശത്രുക്കളിൽ നിന്നും പറ്റാത്ത സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോവുക എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി ശരിയായ പാതയിലൂടെയല്ല പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ശരിയായ വ്യക്തികളിലൂടെയല്ല ജീവിക്കുന്നത് എന്നും ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ വ്യക്തി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണെന്നും ഈ വ്യക്തി ഇപ്പോൾ നിൽക്കേണ്ട സ്ഥലത്തല്ല നിൽക്കുന്നതെന്നും ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള ഓരോ ജീവിതത്തിലേക്കും, അതായത് നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്നും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സൃഷ്ടിക്കണമെന്നുമാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മാറ്റത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രയത്നങ്ങളും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ദൂരേക്ക് നടന്ന് നീങ്ങിപ്പോയപ്പോൾ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തു വെച്ചത് എന്ന് ഓർത്ത് ഈ വ്യക്തി നന്നായി ഭയപ്പെടുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ദൂരേക്ക് നടന്ന് നീങ്ങിയപ്പോൾ ഈ വ്യക്തി കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വന്നു കയറിയത് ഈ വ്യക്തിക്ക് സമാധാനപരമായാണ് തോന്നിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച് ഈ വ്യക്തി ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാമെന്നാണ് വിചാരിച്ചത്. തേർഡ് പാർട്ടി ഈ വ്യക്തിയോടൊപ്പം കൂടെ ഉണ്ടാകുമെന്നും ഈ വ്യക്തിയെ സംരക്ഷിക്കുമെന്നുമാണ് ഈ പേഴ്സൺ കരുതിയത്. എന്നാൽ ഈ വ്യക്തിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ശത്രുക്കൾ ഈ വ്യക്തിയെ ദ്രോഹിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഒരുപാട് കാലത്തെ പ്രയത്നമായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിലെ പവിത്രത, നിങ്ങളിലെ നന്മ, നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള ഒരു മാനസികപരമായിട്ടുള്ള പോസിറ്റീവ് എനർജി, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ പ്ലാനിങ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സ്നേഹം, നിങ്ങളുടെ സ്നേഹപ്രകടനം, ഇതെല്ലാം ഈ വ്യക്തി വളരെയധികം ദയാപൂർവവും ശ്രദ്ധാപൂർവവും തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുക അത് സ്വന്തമായി തീരുമാനിക്കേണ്ടതാണെന്നും നിങ്ങളെയും സേഫ് സോണിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുമായി ഒന്നിക്കുവാൻ പല അവസരങ്ങളും ഈ വ്യക്തിയുടെ നേർക്ക് വന്നെങ്കിൽ പോലും ഈ വ്യക്തി അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ആ ഒരു സാഹചര്യങ്ങളും അവസരങ്ങളുമെല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈ വ്യക്തി എന്ത് നേടി എന്നുള്ള ചോദ്യം ഈ വ്യക്തിയെ ഓരോ നിമിഷവും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഭൗതിക മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതം സന്തോഷകരമാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുകയാണ്. ഈ വ്യക്തി നിങ്ങളുടെ കണ്ണുനീര് ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം എത്രത്തോളം വലുതാണെന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ നീതി ലഭിക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. നീതി കൊണ്ടുവരേണ്ടത് ഈ വ്യക്തിയുടെയും കൂടി ആവശ്യമാണെന്ന്, ഈ വ്യക്തി ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയെടുത്തിരിക്കുമെന്നുള്ള ഒരു വാശിയേറിയ പോരാട്ടത്തിലൂടെയും കൂടിയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്തുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങളുമുണ്ട്. പക്ഷെ അതിനെല്ലാം ക്ഷമയോടുകൂടി ഈ ഒരു സാഹചര്യവും അവസരവും കടന്നു പോകും. ഈ ഒരു അവസ്ഥയും കടന്നു പോകും. നാളെ നല്ലൊരു ദിനം ഈ വ്യക്തിയെ തേടി വരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഈ വ്യക്തി നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ പുതിയ പദ്ധതികൾ ഉണ്ടാക്കുവാനൊക്കെ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാപട്യ മുഖങ്ങളെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവരെയെല്ലാം ഇനി കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ശത്രുക്കളുടെ കാപട്യ മുഖം മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളിലെ പരിശുദ്ധത വേണ്ടാന്ന് വെക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലെ നന്മ ഈ വ്യക്തി തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെയെങ്കിലും ഇടം നേടണം എന്നുള്ള ഒരൊറ്റ ചിന്തയോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഭൂമിയുടെ ഏതറ്റത്താണെങ്കിൽ പോലും നിങ്ങളെ തേടി വരണമെന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ക്ഷമയോടുകൂടി ഈ പേഴ്സൺ കാത്തിരിക്കുകയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തി തെറ്റ് ചെയ്തെന്ന് സ്വയം അംഗീകരിക്കുന്നുമുണ്ട്. കാരണം സ്വന്തമായി തെറ്റുകൾ ചെയ്തു കൂട്ടി അത് അവനവന്റെ തെറ്റുകൊണ്ട് മാത്രം സംഭവിച്ചതാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. പക്ഷെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ എടുത്തുചാട്ടം കാരണം പല തെറ്റുകളും ഈ വ്യക്തി മറച്ചു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്വന്തമായി തന്നെ ന്യായീകരിച്ചു, സ്വന്തമായി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി. ഇതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ നീതി കൊണ്ടുവരാൻ വേണ്ടി ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നീതിവൽക്കരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയെങ്കിലും വിജയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും പലപ്പോഴും നിങ്ങൾക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ സത്യമായിട്ടും ഉണ്ട്, നിങ്ങളെ സ്നേഹിച്ചിരുന്നു. ശത്രുക്കളുടെ സാന്നിധ്യം കാരണം അതിന് പലപ്പോഴും സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തു തന്നെയായാലും പല കാരണങ്ങൾ കൊണ്ടും ഈ വ്യക്തി നിങ്ങളെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുമാത്രം നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. ആദ്യമൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ബോധവാന്മാരാണ്. നിങ്ങൾ എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ മനസ്സ്, സ്നേഹം, ഇതെല്ലാം തന്നെ കാത്തു സൂക്ഷിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വ്യക്തി അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.